കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിൽ. അലക്സ് മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അലക്സ് മാത്യുവിന്റെ കടവന്ത്രയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് പുരോഗമിക്കുകയാണ്. പരിശോധനയിൽ നിർണായക രേഖകൾ കണ്ടെത്തിയെന്ന വിജിലൻസ് SP S ശശിധരൻ. ഇദ്ദേഹം ശരിക്ക് വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശത്തിൽ എല്ലാ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ സ്പെഷ്യലായിട്ട് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ സാറ് യോഗേഷ് ഗുപ്ത സാറ് ഓരോ ജില്ലയ്ക്ക് നിർദ്ദേശം തന്നുണ്ട്. ഓരോ ജില്ലയിലെയും സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും പ്രത്യേകം പട്ടിക അഴിമതിക്കാരായ ആളുകളുടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ കടക്കലിലുള്ളൊരു ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് റിന്യൂവലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം 10 ലക്ഷം രൂപ കൈക്കൂലിയായിരുന്നു. പരാതിക്കാരൻ നേരെ വിജിലൻസ് ഡയറക്ടർ സാറെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം SIU 1 യൂണിറ്റ് പിടിച്ചത്. നിതിൻ അബുജനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, 10 ചോദിച്ചു, 2 ലക്ഷം വാങ്ങിച്ചു, അങ്ങനെ പിടിയിലുമായി. കൂടുതൽ ഇടപാടുകൾ, കൈക്കൂലി ഇടപാടുകൾ ഇയാളുടെ നടത്തിയിട്ടുണ്ട് എന്ന സംശയമുണ്ടോ? ഈ മണിക്കൂറുകൾ നീളുന്നു പരിശോധന, അല്ലേ? ഗൂഗിൾ ഇപ്പോൾ തന്നെ 2 മണിക്കൂർ നീണ്ടിരിക്കുകയാണ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കടവന്ത്ര ചെലവന്നൂരിലെ വീട്ടിൽ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 3 വർഷമായി ഇദ്ദേഹം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. 2 മാസം മുൻപ് പരാതിക്കാരനോട് ഇവിടെ വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ വെച്ചാണ് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. എന്തായാലും 10 ലക്ഷം രൂപ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇദ്ദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് പോയായിരുന്നു. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ ഏജൻസിയിലെ ആളുകളെ മറ്റ് ഏജൻസിയിലേക്ക് ഇദ്ദേഹം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി ചില ആളുകളെ മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പരിശോധന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, ചെലവന്നൂരിലെ വീട്ടിൽ തുടരുന്നുണ്ട്. സംശയാസ്പദമായ ചില രേഖകൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചില നിക്ഷേപങ്ങൾ ഉള്ളതായും സൂചന ലഭിച്ചിട്ടുണ്ട്. പരിശോധന പൂർത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂ. എന്തായാലും IOC പനമ്പള്ളി നഗറിലെ ഓഫീസിലും പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, IOC ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് കൈക്കൂലി വാങ്ങിയപ്പോൾ പിടിയിലായത്. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, പക്ഷേ 2 ലക്ഷം കൈമാറുന്ന വേളയിൽ അത് വിജിലൻസ് പിടികൂടുകയായിരുന്നു. ഇപ്പോഴും അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വീട്ടിൽ പരിശോധനയും തുടരുകയാണ്.